കൊച്ചി വാട്ടർ മെട്രോയുടെ രണ്ടാംഘട്ട സർവീസ് വൈറ്റില കാക്കനാട് റൂട്ടിൽ ആരംഭിച്ചു. രാവിലെയും വൈകിട്ടുമായാണ് ആദ്യഘട്ടത്തിലെ സർവീസുകളുടെ ക്രമീകരണം. മൊബിലിറ്റി ഹബ്ബും മെട്രോ റെയിലും ബന്ധിപ്പിച്ചുള്ള ബോട്ട് സർവീസിൽ വലിയ പ്രതീക്ഷയാണുള്ളത് എന്ന് KMRL MD വ്യക്തമാക്കി. കൊച്ചിക്കായലിന്റെ മനോഹാരിത ആസ്വദിച്ച് സമയലാഭത്തോടെ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാമെന്നതാണ് വാട്ടർ മെട്രോയുടെ പ്രധാന ആകർഷണം. രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 11 മണിയോടെ അവസാനിക്കുന്ന തരത്തിലാണ് ആദ്യ ഷെഡ്യൂൾ. പിന്നീട് വൈകിട്ട് 4 മുതൽ 7 വരെ നീളുന്ന തരത്തിലാണ് ക്രമീകരണം. 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 25 മിനിറ്റാണ് യാത്രയുടെ സമയദൈർഘ്യം. IT ഹബ്ബായ ഇൻഫോ പാർക്കിലേക്കും ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കാക്കനാട്ടേക്കുമുള്ള യാത്ര വാട്ടർ മെട്രോ വഴി അനായാസമാകും. കാരണം ആഫ്റ്റർ എ ലോങ് ടൈം ഇതാണ് ഇതിലേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ ഒരു എയർ കണ്ടീഷണൽ ബോട്ട് ആദ്യമായിട്ടാണ് യാത്രയാണ്. ആദ്യഘട്ട സർവീസിന് വൻ സ്വീകാര്യത ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും യാത്രക്കാരുടെ തിരക്ക് കൂടുന്ന മുറയ്ക്ക് കൂടുതൽ സർവീസ് ഏർപ്പെടുത്തുമെന്നും മെട്രോ MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കുറച്ചുകൂടി ഫീഡർ സർവീസ് കൂട്ടണം. കാരണം ഒരു ബോട്ടിൽ 100 പേരുണ്ടാകും. 100 പേരുണ്ടെങ്കിൽ 3 ബസ് വേണ്ടി വരും. 3 ബസ് എല്ലാ സമയത്ത് ഇങ്ങനെ പിന്നെ കളക്ടറേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് അതുകൊണ്ട് ദിസ് ഈസ് ഗുഡ്. ഇന്നലെ ഭയങ്കര ആക്ച്വലി ഇതായി പോയി. അപ്പോൾ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം DPRൽ പറഞ്ഞ പോലെ 2000 ആൾക്കാർ പോകാൻ അവിടെ ഓൾമോസ്റ്റ് 6000 ആൾക്കാർ ട്രാവൽ ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരും ആദ്യ യാത്രയ്ക്ക് എത്തിയിരുന്നു. വൈറ്റില കാക്കനാട് ടെർമിനലുകൾ കേന്ദ്രീകരിച്ച് ഫീഡർ സർവീസുകളായ ബസ്, ഓട്ടോറിക്ഷ എന്നിവയും സജ്ജമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി.